ഹലോ! കുറേ കാലത്തിന് ശേഷം അങ്ങനെ വീട്ടിലിരുന്ന് വേറെ കുറച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ഗോകുലം മോളിലേക്കാണ്. ഞങ്ങൾ എത്തുന്നതിന് 1 മണിക്കൂർ മുന്നേ എങ്ങാണ്ടോ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ കാവ്യേച്ചിൻ്റെ അടുത്തേക്ക് പോയി. എൻ്റെ പ്ലാനിങ് നടക്കുന്ന സമയത്ത് അമ്മൂച്ചിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഓൾക്ക് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തിരക്ക് കാര്യങ്ങൾ വന്നതിനോണ്ട് വരാനൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ ഞങ്ങൾ 4 ആളുമാണ് പോക്കും വരവും ഒക്കെ. അപ്പോൾ ഓളെന്തായാലും ഇന്ന് നല്ലോണം മിസ് ചെയ്തിട്ടുണ്ട്. നെറ്റ് നിങ്ങൾ കണ്ടില്ലേ, ഒരുമാതിരി കുരുവിളേൻ്റെ വീട് പോലെ ആയിട്ടുണ്ട്. കുറേ മരുന്നൊക്കെ തേക്കുന്നുണ്ട്, പക്ഷെ ഒരു കാര്യമില്ല, ഈ കുരു മാറുന്നേ ഇല്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ വെറുതെ ഇരുന്ന് തിന്നിട്ടാണോന്ന് അറിയില്ല, പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിശപ്പാണ്. പക്ഷേ ഞാൻ എപ്പം പറയുന്ന പോലെ തന്നെ ഇതൊന്നും എവിടെയും എത്തുന്നത് കാണുന്നില്ല, തടിക്കിട്ടൊന്നും പിടിക്കുന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ഗോകുലത്തു നിന്ന് ഇറങ്ങിയിട്ട് പോയത് ഗസാനിയയിലേക്കാണ്. ഗസാനിയ എല്ലാവർക്കും അറിയാലോ, ഗോകുലത്തിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ച് അങ്ങോട്ട് നടന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. നല്ലൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തി, നേരെ സ്ഥലം പിടിച്ചു, നേരെ ഓർഡർ ചെയ്തത് ആദ്യം തന്നെ ഒരു മട്ടൻ സൂപ്പേനു കേട്ടോ. എൻ്റെ ആദ്യത്തെ ട്രൈ ആണ്. എന്തായാലും സാധനം കൊള്ളാം, അടിപൊളിയായിരുന്നു. നല്ലൊരു ക്രീമി ടെക്സ്ചറിലൊക്കെ വന്നിട്ട് നൈസായിട്ടോ. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഒരു ഫ്രൈഡ് റൈസ്, ഒരു നൂഡിൽസ്, ഒരു ചില്ലി ചിക്കൻ, 2 പൊറോട്ട. ഭയങ്കര ലഘുവായിട്ടുള്ള ഭക്ഷണമായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് കഴിച്ചത് തീരെ വിശപ്പില്ലാത്തതിനെ കൊണ്ട്. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അതൊക്കെ തിന്നുന്ന സമയം കൊണ്ട് ഞങ്ങൾക്ക് ശേഷം വന്ന ആൾക്കാരൊക്കെ ഓർഡർ ചെയ്യലും തിന്നലും പോലും ഒക്കെ പെട്ടെന്ന് ഞങ്ങളിങ്ങനെ കുത്തി കഥയൊക്കെ പറഞ്ഞ് ചിരിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് തിന്ന് കഴിയുമ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് RP മോളിലേക്ക് പോയി. പിന്നെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ തിന്ന് പിന്നെ അവിടെ തന്നെ കുറച്ച് നേരം ഇരുന്ന്. വെയിലല്ലേ, അപ്പോൾ ഇപ്പോഴേ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. അങ്ങനെ ബീച്ചിലെത്തിയത് വലിയ വെയിലൊന്നും ഇല്ലാത്ത സമയത്താണ് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒട്ടകസേട്ടനെ കണ്ടു. മരുഭൂമിയിലെ സേട്ടൻ അങ്ങനെ കോഴിക്കോട് ബീച്ചിലുണ്ടായിരുന്നു. എന്തായാലും ഒരു ജീവിനെ ഇങ്ങനെ ആൾക്കാരിട്ടൊരു കൊമാളി വേഷം കെട്ടിക്കുക. കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ മൊണ്ണകൾ വേറെ. അങ്ങനെ ഞങ്ങളെ ദയനീയ അവസ്ഥ കണ്ടിട്ട് അവിടുത്തെ അബായി അതിൻ്റെ കയറൊക്കെ ഞങ്ങൾക്ക് പിടിക്കാൻ തന്നു. പിന്നെ ഒരു നായൻ്റെ ഒട്ടകത്തിനെ കാണാത്ത പോലത്തെ കളി കളിക്കുന്നു. അങ്ങനെ അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നിന്ന് പിന്നെ ഞങ്ങൾ വരിയായിട്ട് ഒട്ടകത്തിൻ്റെ കൂടെ ഓരോരുത്തർ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് എഗെയിൻ വിശപ്പിൻ്റെ വെളി വന്ന്. അങ്ങനെ ഞങ്ങൾ കല്ലുമ്മക്കായ എന്നും പോയി. ഒരു കല്ലുമ്മക്കായ എനിക്ക് കിട്ടിയതാണ്, ഒരു ഹാർട്ട് ഷേപ്പുള്ള കല്ലുമ്മക്കായേനു. അങ്ങനെ അതും തിന്ന് ഒരു ഹോർലിക്സൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെയും ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് നടന്ന്. അങ്ങനെ പിന്നെ ഞങ്ങളെന്തായാലും പോകാൻ കുറച്ചുകൂടെ ലേറ്റ് ആവും, അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ തിന്നണമല്ലോ. അപ്പം ഞങ്ങൾ ക്ലച്ചിലേക്ക് പോയി. ഇതിൻ്റെ പേര് ക്ലുച്ച് എന്നാണോ ക്ലച്ച് എന്നാണോ ഒന്നും എനിക്കറിയില്ല, ഞാൻ എന്തായാലും പറയുന്നത് ക്ലുച്ച് എന്നാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആസ് യൂഷ്വൽ എപ്പോഴത്തെയും പോലെ തന്നെ ലോഡഡ് ഫ്രൈസും അതുപോലെ തന്നെ 2 മൊയ്റ്റോയും പറഞ്ഞു. അങ്ങനെ ലോഡഡ് ഫ്രൈസ് പിന്നെ എങ്ങനെ തന്നാലും ഞാൻ തിന്നുമല്ലോ, അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അത് തിന്ന്. പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ മൊയ്റ്റവും കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് അത്യാവശ്യം തിന്ന് വയറൊക്കെ നിറച്ചു. ഇനി ഒരു ഉറുമ്പിനെ തിന്നാൻ പോലുള്ള സ്ഥലം എൻ്റെ വയറ്റിലില്ലേനു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓട്ടോ കയറി ഞങ്ങൾ വേറൊരു സ്ഥലത്ത് നിന്ന്. അങ്ങനെ അപ്പോഴേക്ക് സിദ്ധിയേട്ടൻ കൂട്ടാൻ വേണ്ടി വന്ന്. അങ്ങനെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്ക് കാവ്യേച്ചിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാവ്യേച്ചി കുട്ടേട്ടൻ്റെ കൂടെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ബൈ ബൈ.